പെട്ടെന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ബീച്ച് സൈഡ് വന്ന് നിൽക്കുന്നത്. ഇത് സമുദ്ര ബീച്ചാണ്. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ബീച്ച് ഉണ്ടെന്ന് അറിയുന്നത് എന്നെ ഇന്നായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങോട്ട് പോയിട്ടുമില്ല, ഇതിനെപ്പറ്റി കേട്ടിട്ടുമില്ല. അപ്പം നമ്മൾ കോവളത്താണ് ആക്ച്വലി പോയത്. അവിടെ പോയി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പീഡ് ബോട്ടിൻ്റെ ഒരു ഗൈഡ് വന്നിട്ടാണ് നമ്മളടുത്ത് ഈ സമുദ്ര ബീച്ചിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ച്. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ നോ പറയാറില്ല, ഞാൻ എപ്പോഴും ഓക്കെ ആണ്. ഇങ്ങനെ എവിടെയെങ്കിലും പോകാമോ എന്ന് ചോദിച്ച് ഞാൻ ഉടനെ ഓക്കെ പറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്തു. ഒരു 6-7 മിനിറ്റ് ഡ്രൈവ് ഇങ്ങോട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കോവളത്തിനെ സംബന്ധിച്ച് ഇവിടെ ഭയങ്കര തിരക്ക് കുറവാണ്. സമുദ്ര ബീച്ചിൻ്റെ ബീച്ച് വ്യൂ ആണ് നമ്മൾ ആസ്വദിച്ചത്. സെറ്റ് ബാക്കിലേക്ക് ഇഷ്ടംപോലെ കടകളുണ്ട്. ഒന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ തന്നെ. ഇവിടെ ഇറങ്ങാൻ പറ്റൂലെന്ന് തോന്നണല്ലേ? കോവളം പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഈ കടലിൻ്റെ അകത്തോട്ട് ഇറങ്ങാൻ നമുക്ക് പെർമിഷൻ ഉണ്ട് എന്നാൽ ഇല്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മുടെ സ്വന്തം റിസ്കിൽ വേണം അവിടെ ഇറങ്ങാനും കളിക്കാനും നീന്താനും ഒക്കെ ചെയ്യേണ്ടത്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ആരും ഉത്തരവാദികളല്ല, നമ്മൾ മാത്രമായിരിക്കും. നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങാനൊന്നും നിന്നില്ല. നമ്മൾ കുറച്ച് നേരം അതിൻ്റെ സൈഡിലോട്ടൊക്കെ നിന്നതിന് ശേഷം നേരെ ഇങ്ങോട്ട് പാർക്ക് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ മോനെ കളിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോഴാണെങ്കിൽ അത് പ്രോപ്പറായിട്ടൊന്നും ഇല്ലായിരുന്നു. ഈ ചറുകുന്ന സംഭവത്തിൻ്റെ ഒന്നും ഏണിപ്പടികളൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം പൊടിഞ്ഞു പോയിട്ട് മോനെ ഞാനൊരു പാടുപെട്ടാണ് കുറച്ച് നേരം അതിലിരുത്തി കളിപ്പിച്ചത്. അതിനുശേഷം നമ്മൾ ഈ ഗോപുരം പോലത്തെ സംഭവത്തിൽ കുറച്ച് തണലുണ്ടായിരുന്നുകൊണ്ട് അവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പെട്ടെന്നെടുത്ത തീരുമാനത്തിൻ്റെ പുറത്താണ് ഇങ്ങോട്ട് വന്നതെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇത് മിസ് ചെയ്ത് പോകുമല്ലോ, ഇങ്ങനൊരു സ്ഥലത്തിനെ പറ്റി അറിയാതെ പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം ഞാൻ മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വ്ളോഗ് എടുത്തത്.